ഇന്ത്യയുടെ സ്വന്തം അയൺ ഡോം എന്ന വിശേഷണം. അതാണ് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം. ഇപ്പോഴിതാ പ്രതിരോധ കയറ്റുമതിയിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ നിർണായക ലക്ഷ്യത്തിൽ ഭാഗമാവുകയാണ് ആകാശ്. ഇന്ത്യയുടെ ആകാശ് NG വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഗ്രീസ് കണ്ണുവെച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കാര്യക്ഷമതയുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കുന്നതിനിടെയാണ് ഗ്രീസിന്റെ ശ്രദ്ധയിൽ ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം എത്തുന്നത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന ആകാശ് NGയെ നിലവിൽ ഗ്രീസിന്റെ പക്കലുള്ള സോവിയറ്റ് കാലത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരമായാണ് ഗ്രീസ് കണക്കാക്കുന്നത്. എന്താണ് ഗ്രീസിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം? ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. വർഷങ്ങളായി റഷ്യൻ നിർമ്മിത S-300, TOM-1, OSA-AK എന്നീ മിസൈൽ സംവിധാനങ്ങളാണ് ഗ്രീസ് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ മാറുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും അറ്റകുറ്റപ്പണികളിലെ വെല്ലുവിളികളും പരിഗണിക്കുമ്പോൾ ഗ്രീസിന് റഷ്യയെ ആശ്രയിക്കാൻ സാധിക്കില്ല. ഇക്കാരണത്താൽ നാറ്റോ മാനദണ്ഡങ്ങൾക്കനുസൃതമായ പുതിയ ആയുധങ്ങൾ തേടാൻ ഗ്രീസിനെ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതും സാമ്പത്തികമായി ലാഭകരവുമായ ആകാശ് NG ഗ്രീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന ആകാശ് NG മിസൈലുകൾക്ക് 50 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുണ്ട്. ശത്രുവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ആധുനിക യുദ്ധമുഖത്തെ പ്രധാന വെല്ലുവിളിയായ ഡ്രോണുകളെ പ്രതിരോധിക്കാനും ഇതിന് സാധിക്കും. അമേരിക്കയുടെ പേട്രിയറ്റ്, ഇസ്രയേലിന്റെ അയൺ ഡോം എന്നിവയേക്കാൾ കുറഞ്ഞ ചെലവിൽ മികച്ച പ്രകടനം ആകാശ് വാഗ്ദാനം ചെയ്യുന്നു എന്നത് ലോകരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് പ്രധാനമായും ആകർഷിക്കുന്നുമുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയ മധ്യദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ആകാശ്. 2014 മുതൽ ഇത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിന്റെ നൂതന പതിപ്പായ ആകാശ് NG 2021 ഉൾപ്പെടുത്തിയത്. താഴ്ന്നതും ഇടത്തരവുമായ ഉയരങ്ങളിൽ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ഒരു ഗ്രൂപ്പായോ ഒറ്റയ്ക്കോ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. ഇതിൽ അന്തർനിർമ്മിതമായ ഇലക്ട്രോണിക് കൗണ്ടർ അളവുകളുണ്ട്. കൂടാതെ മുഴുവൻ സിസ്റ്റവും മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഇത് സൈന്യത്തിന് വളരെ വേഗതയിൽ കൈകാര്യം ചെയ്യാവുന്നതും ശക്തവുമായ ഒരു കൂട്ടിച്ചേർക്കലാക്കി മാറ്റുന്നുമുണ്ട്. ആകാശ് സംവിധാനത്തിന് 20 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഓരോ ലോഞ്ചറിലും 3 മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇവ ഫയർ ആൻഡ് ഫോർഗറ്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ മിസൈലിലും ഏകദേശം 20 അടി നീളവും 710 കിലോഗ്രാം ഭാരവുമുണ്ട്. ഓരോ മിസൈലിലും 60 കിലോഗ്രാം വാഹഡ് വഹിക്കാൻ കഴിയും. രാജ്യത്ത് ഇതിന്റെ 3 വകഭേദങ്ങളാണ് ലഭ്യമായത്. ഫസ്റ്റ് ആകാശ് MK. ഇതിന്റെ ശ്രേണി 30 കിലോമീറ്ററാണ്. രണ്ടാമത്തേത് ആകാശ് MK2. ദൂരപരിധി 40 കിലോമീറ്ററാണ്. മൂന്നാമത്തേത് ആകാശ് NGയുടെ റേഞ്ച് 80 കിലോമീറ്ററാണ്. ആകാശ് NGക്ക് 20 കിലോമീറ്റർ ഉയരത്തിൽ വരെയുള്ള ശത്രുവിമാനങ്ങളെയോ മിസൈലുകളെയോ തകർക്കാനും സാധിക്കും. ഇതിന്റെ വേഗത മണിക്കൂറിൽ 3087 കിലോമീറ്ററാണ്. ആകാശ് NG അതായത് ആകാശ് ന്യൂ ജനറേഷൻ മിസൈൽ ഒരു കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലാണ്. ഇതിന്റെ പരിധി 40 മുതൽ 80 കിലോമീറ്റർ വരെയുമാണ്. ഒന്നിലധികം ശത്രു മിസൈലുകളെയോ വിമാനങ്ങളെയോ ഒരേ സമയം സ്കാൻ ചെയ്യാൻ കഴിയുന്ന റഡാറും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആകാശ് NG മിസൈൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന പ്രത്യേകതയും. എന്തായാലും ആകാശ് മിസൈലിന് പുറമെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലായ ഇന്ത്യയുടെ ബ്രഹ്മോസിലും ഗ്രീസ് കണ്ണുവെച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഒരു യൂറോപ്യൻ രാജ്യം ഇന്ത്യയുടെ മിസൈൽ സംവിധാനം ഔദ്യോഗികമായി വാങ്ങുന്ന ആദ്യ സംഭവമായി തന്നെ മാറും. നിലവിൽ അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആകാശ് മിസൈലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിൽ ഗ്രീസിനുള്ള തന്ത്രപ്രധാനമായ സ്ഥാനം പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ വിന്യസിക്കപ്പെടുന്നത് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ പദവി ഉയർത്തുമെന്നത് വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ ഗ്രീസുമായി ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്ക് വൻ നേട്ടമായിരിക്കും സമ്മാനിക്കുക എന്നതിൽ സംശയമില്ല.